ലോകത്ത് ഒരുപാട് ടൈപ്പ് ആൾക്കാരുണ്ട്. അതിലൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ കാര്യം പറയത്തക്ക അവകാശവാദങ്ങളോ പറയത്തക്കായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, എന്നിട്ട് അവസാനം പണി വാങ്ങും. സോ അങ്ങനത്തെ ഒരാളാണ് ദിഗ്വേഷ് രതി എന്ന് പറയുന്ന ലക്നൗവിൻ്റെ ഒരു പ്ലെയർ. അറിയാലോ, പലവട്ടം വാർണിങ്സ് കിട്ടിയിട്ടും സെയിം സെലിബ്രേഷൻ തന്നെ നടത്തി. ലൈക്ക് ഇറ്റ്സ് അരഗൻറ്റ് എന്ന് തന്നെ പറയാം, കാരണം ഹി ന്യൂ ഇറ്റ് വാസ് കമ്മിങ്. സോ മാച്ച് ബാൻ കിട്ടിയിട്ടുണ്ട്. So anyways, let's preview match number 64. It's Gujarat Titans versus Lucknow Super Giants. മാച്ചിൻ്റെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. പക്ഷെ ഗുജറാത്തിന് ഇനിയിപ്പോൾ ടോപ്പ് 2 ഫിനിഷ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പെൻഡിങ് ഉള്ളത്. സോ ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. പക്ഷേ അതർ ദാൻ ദാറ്റ് നത്തിങ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഗോയിങ് ഓൺ ഫോർ ലക്നൗ. ആകെ അഗൈൻ ഇറ്റ്സ് ഗുജറാത്ത് ഹോം ഗ്രൗണ്ട്. മത്സരം നടക്കുന്നത് അഹമ്മദാബാദിൽ വെച്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബാറ്റിംഗ് ട്രാക്ക്. അഹമ്മദാബാദിൻ്റെ സോഫാർ ഉള്ളൊരു പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ്. കാരണം ആ ടീമിന് ബാറ്റിംഗ് ഉണ്ട്, അതായത് ടോപ്പ് 3 ഗുജറാത്തിൻ്റെ പെർഫോമിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെ ഔട്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ബോളിങ്ങിനാണെങ്കിൽ പോലും അത്യാവശ്യം കുറച്ച് ബൗൺസ് ഒക്കെ ഉള്ള ടൈപ്പ് പിച്ചാണ്. പ്രസിദ്ധ് കൃഷ്ണ പോലത്തെ ബോളേഴ്സിന് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ. സോ ആ ടീമിന് വേണ്ടി ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ടാണ് അഹമ്മദാബാദ്. സോ ആ രീതിയിൽ അവരുടെ ഒരു ഫോർട്രസ് എന്ന് തന്നെ പറയാം, അത്രയധികം സ്ട്രോങ് ആണ് അവരവിടെ. ലക്നൗ ഓൺ ദി അതർ ഹാൻഡ് അവരുടെ ബാറ്റിംഗ് വാസ് ഡൂയിങ് വെൽ. ലൈക്ക് ഇപ്പോൾ ഐഡൻ മാക്രോ ആണെങ്കിലും മിച്ചൽ മാർഷ് ആണെങ്കിലും നിക്കോളാസ് പൂർൺ ആണെങ്കിലും സോ ഫാർ ദേ ഹവ് ഡൺ വെൽ. ആയുഷ് ബഡോനി അത് പലരും മിസ് ഔട്ട് ആക്കുന്ന ഒരാളാണ്. ആയുഷ് ബഡോനി ഈസ് ഓൾസോ ഡൂയിങ് വെൽ വിത്ത് ദ ബാറ്റ്. പക്ഷെ അവരുടെ ബോളിംഗ് എക്സെപ്റ്റ് ദിസ് ദിഗ്വേഷ് രതി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ദിഗ്വേഷ് രതി വരെ ഈ മാച്ച് ബാൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും തന്നെ ലക്നൗവിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഐ എം കംപ്ലീറ്റ്ലി എക്സ്പെക്ടിങ് ഗുജറാത്ത് ടു വിൻ ആൻഡ് യുനോ അവരുടെ ഒരു ടോപ്പ് 2 ഫിനിഷിനേക്ക് കുറച്ചും കൂടി അടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഐ തിങ്ക് ദേ വിൽ ബി ഫിനിഷിംഗ് ഇൻ ദ ടോപ്പ് 2 ആസ് വെൽ. സോ ഐ എം എക്സ്പെക്ടിങ് ഗുജറാത്ത് ടു വിൻ. ആൻഡ് റിഗാർഡിംഗ് ദ ടീം, ഗുജറാത്ത് ടോപ്പ് 3 മിസ്സാക്കാതിരിക്കുക, ഗുജറാത്ത് ബോളേഴ്സിനെ മിസ് ഔട്ട് ആക്കാതിരിക്കുക. And wait for the toss as well. If Gujarat is bowling well first, you can even skip all the bowlers of Lucknow. So that's what I think. What do you think? Let me know in the comments.